അങ്ങനെ ഹമ്മ് കൊണ്ട്, ഹമ്മ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ടെൻഷൻ തന്നെ. ടെൻഷൻ വർദ്ധിച്ചിട്ടുണ്ട്. ഇന്ന് എല്ലാവർക്കും ടെൻഷനാണ്, എവിടെയും ടെൻഷനാണ്. മോളെ കെട്ടിച്ചിട്ടില്ലെങ്കിൽ ടെൻഷൻ, മോളെ കെട്ടിച്ചാൽ അതും വലിയ ടെൻഷൻ, ഒരാളെയും കൂടി വഹിക്കണം, പിന്നെ അതും വലിയ ടെൻഷൻ. കല്യാണം കഴിഞ്ഞാൽ ടെൻഷൻ, കല്യാണം കഴിഞ്ഞിട്ടില്ലെങ്കിൽ ടെൻഷൻ, കുട്ടികളുണ്ടായ ടെൻഷൻ, ഉണ്ടായിട്ടില്ലെങ്കിൽ അതിനും വലിയ ടെൻഷൻ, ജോലി കിട്ടിയാൽ ജോലിയുടെ ടെൻഷൻ, ജോലി കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ കിട്ടിയിട്ടില്ല എന്ന ടെൻഷൻ, പണം ഉണ്ടായിട്ടില്ലെങ്കിൽ ടെൻഷൻ, പണം ഉണ്ടായ ടെൻഷൻ, വീട് വെച്ചിട്ടില്ലെങ്കിൽ ടെൻഷൻ, വീട് വെച്ചാൽ പിന്നെ പഞ്ചായത്തുകാരെയും വില്ലേജുകാരെയും പ്രയാസം, അത് വേറെ ടെൻഷൻ. ഈ ടെൻഷനോട് ടെൻഷൻ. എങ്ങനെയാണ് നമ്മൾക്കൊരു പാർട്ടിയും ചേർന്നില്ലല്ലോ എന്ന ടെൻഷൻ, പാർട്ടി ചേർന്നാൽ ദുനിയാവിൽ ഏറ്റവും വലിയ ടെൻഷൻ, കൂട്ടുകാരുണ്ടായിട്ടില്ല ടെൻഷൻ, ഉണ്ടായ ടെൻഷൻ, ഒക്കെ ടെൻഷൻ. ഇന്ന് മനുഷ്യൻ്റെ ജീവിത ലാഭം ടെൻഷനാണ്. ഇത് ഈ വെറുതെ ഒന്നും പറഞ്ഞു, ഇത് മുഹമ്മദ് നബി പറഞ്ഞു. ഇതന്നെ ഇപ്പം മനസ്സമാധാനത്തിൻ്റെ ഏറ്റവും വലിയ മാർഗ്ഗം ഇതാണല്ലോ, ഏറ്റവും വലിയ പ്രശ്നം ഇതാണല്ലോ, ടെൻഷൻ. എൻ്റെ ടെൻഷൻ, എൻ്റെ മൂഡ് ശരിയില്ല, ഒന്നും സംസാരിക്കേണ്ട, ഇന്ന് എൻ്റെ മൂഡ് ശരിയില്ല. ഞാൻ ഒരാളോടൊരു അത്യാവശ്യ കാര്യത്തിന് ഫോൺ ചെയ്തു, അപ്പോൾ പറഞ്ഞു ഇപ്പോൾ മൂഡ് ശരിയില്ല, പിന്നെ ഒരിക്കൽ വിളിക്കും. അപ്പോൾ മൂഡ് അയാൾക്ക് ശരിയില്ല, മിക്കവാറും സമയത്ത് ശരിയില്ല. ഇനി എന്നാണ് അവ ശരിയാവുക? അപ്പം എൻ്റെ ഇതൊക്കെ ഇങ്ങനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മക്കയിൽ ആട് മേച്ച് നടന്നിരുന്ന മനുഷ്യൻ്റെ അടുത്തേക്ക് ഒരാൾ വന്നിട്ട് എൻ്റെ മൂഡ് ശരിയില്ല എന്ന് പറഞ്ഞ് ഒരിക്കൽ പോലും മടക്കി അയച്ചിട്ടില്ല. അങ്ങനെയാണ്. ഫാഖാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അക്സറന്നാസി മുതബസ്സിമ, ജനങ്ങളിൽ ഏറ്റവും പുഞ്ചിരിച്ചിരിക്കുന്ന ആൾ മുഹമ്മദ് നബിയായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. എപ്പോഴും ചിരിച്ചുകൊണ്ടല്ലാതെ കാണും, ചെറിയ നേരെ പുഞ്ചിരിണ്ടാവും എപ്പോഴും. ഒരാളോട്ട് വന്നിട്ട് പറഞ്ഞു നബിയോട് അയാൾക്ക് സംസാരിക്കാൻ, അയാൾക്കാണ് പിന്നെയും ഒരു മൂഡ് ശരിയില്ലാത്തത്. ഒരാൾ ഫറഅദമിൻ ഹൈബത്തിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത്ര വലിയ ഒരാളല്ലേ, ആകാശത്തുനിന്ന് വഹിയിറങ്ങുന്ന ആളല്ലേ, ആ ആളടുത്താണ് ഞാനെങ്ങനെയാണ് സംസാരിക്കുക എന്ന നിലക്ക് അയാൾക്കാണ് പിന്നെയും ഒരു ടെൻഷൻ. അപ്പോൾ ഹബീബാ നബി പറഞ്ഞു ലാ തഖഫ്, പേടിക്കല്ലേ, അനബ്നു ഇംറഅത്തിൻ തഅകുലുൽ ഖദീർ, ഉണക്കറൊട്ടി തിന്ന് നടന്നിരുന്ന പെണ്ണിൻ്റെ മകനാണ് ഞാൻ, പിന്നെ എന്തിനാ ടെൻഷൻ അടിക്കുന്ന? ഈ ഞാൻ രാജാവല്ലല്ലോ, ഞാനൊരു രാജാവല്ലല്ലോ, ഒമാനബി മലിക്കിൻ, ഞാനൊരു രാജാവോ ചക്രവർത്തിയോ ഒന്നുമല്ല, ഇവിടെ ഉണക്കറൊട്ടി തിന്ന് നടന്നിരുന്ന പെണ്ണിൻ്റെ മകനാണ് ഞാൻ, നീ എൻ്റെ മേൽ ടെൻഷൻ അടിക്കണ്ട എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാ ചെറിയ ചില വിഷയത്തിൽ ടെൻഷൻ ഉണ്ടായപ്പോഴത്തേന് വിരോധിച്ചു. ഉടനെ അള്ളാഹു ഇടപെട്ടു. ചില ആളുകൾ മുസ്ലിമാകാൻ വേണ്ടി വന്നിട്ട് മടങ്ങിപ്പോയി. അപ്പോൾ റസൂലുള്ളാഹിക്ക് ടെൻഷനായി. ഉടനെ അതിലും ടെൻഷൻ വേണ്ട, فلعلك باخع نفسك على آثارهم إن لم يؤمنوا بهذا الحديث أسفا. അവർ പിന്തിരിഞ്ഞു പോകുമ്പോൾ നിങ്ങൾ വേദനയാൽ വേപതു കൊള്ളുന്നത് എന്തിന്? നിങ്ങൾ അതിലൊക്കെ ഇടപെട്ട് മനസ്സ് വ്യാകുലപ്പെടുന്നത് എന്തിന്? കാര്യങ്ങളെല്ലാം എനിക്ക് വിട്ടേക്കൂ, എല്ലാം എൻ്റേതാണ്. മയഹ്ദില്ലാഹു ഫഹുവൽ മുഹ്തദി, ഹിദായത്ത് കൊടുക്കേണ്ടവനും അല്ലാഹു. അപ്പോൾ പിന്നെ ടെൻഷനും ഇല്ല, ഒന്നുമില്ല. മദീന പള്ളിയിലേക്ക് കയറി വന്നിരുന്നവർ മുളറ കബീലക്കാർ മുസ്ലിമാകാതെ മടങ്ങിപ്പോയി. അപ്പോഴും പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയൊരു ടെൻഷൻ ഉണ്ടായി. ഉടനെ ആയത്തിറങ്ങി, واصبر نفسك مع الذين يدعون ربهم بالغداة والعشي يريدون وجهه ولا تعد عيناك عنهم تريد زينة الحياة الدنيا. ഇവിടെ വരുന്നവർ തന്നെ ധാരാളമാണ്, അവർ അത് മതി, അവരെ കൂടെ നിൽക്കുക, മറ്റുള്ളവർ വരട്ടെ പോകട്ടെ, അതിൽ സമാധാനം ഒന്നും വേണ്ട എന്ന് അല്ലാഹു പുണ്യ നബിയോട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നുമില്ല. എന്ത് ടെൻഷൻ എന്ന് പറഞ്ഞിട്ട് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രുവാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇതൊന്നാമത്. ഇത് എപ്പോഴാണെന്നറിയാം? കൊതി കൂടുമ്പോഴാണ്. കൊതിയൊന്നും വേണ്ട. ഇപ്പോൾ ഉദാഹരണം പറയാം, ഒരു പ്രബോധകൻ എന്ന നിലയിൽ ടെൻഷൻ ഉണ്ട്. ആ ടെൻഷൻ വരെയാണ് ഇവിടെ എതിർത്തത്. من يهد الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا. നല്ല സമാധാനമാണ്, നല്ല സന്തോഷമാണ്, എപ്പോഴും ആർക്കും കയറി വരാം, വളരെ സന്തോഷമാണ്. ഇതാണ് ഇസ്ലാമിൻ്റെ ലാഭം. പക്ഷേ നമ്മളിൽ എത്ര ആൾക്ക് ഈ ലാഭമുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം. ആർക്കാണ് അതിന് കഴിയുക? നിസ്കരിക്കാൻ നിന്നിട്ടില്ലെങ്കിൽ, നിസ്കരിക്കാൻ നിന്നാൽ എന്താ? ഭക്ഷണത്തിന് ആവശ്യമുള്ള നേരത്ത് നിസ്കരിക്കരുത് എന്ന് പുണ്യനബി പറഞ്ഞു. കാരണം നിസ്കാരത്തിൽ പോലും ടെൻഷൻ ഉണ്ടാവാൻ പാടില്ല. മനസ്സിലായില്ല? ഒരാൾക്ക് ഭക്ഷണവും നമസ്കാരത്തിൻ്റെ സമയവും കൂടി ആയിക്കഴിഞ്ഞാൽ നമസ്കാരത്തെ മുണ്ടിക്കണം എന്ന്
എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം നമസ്കാരമാണ് ആദ്യം നിർവഹിക്കേണ്ടത്. നമസ്കാരമല്ല, ഭക്ഷണമാണ്. കാരണം അത് ഒന്നുമില്ല, ഭക്ഷണം കഴിക്കണമല്ലോ, ആ ചിന്തയും വേണ്ട, ഭക്ഷണം കഴിച്ച് അള്ളാഹ്ക്ക് നിൻ്റെ മനസ്സ് നല്ല വൃത്തിയിൽ വേണം. വൃത്തിയിൽ ഇബാദത്തെടുക്കാൻ കഴിയാത്ത ഒരവസ്ഥ, ഇത് മനസ്സമാധാനമല്ലേ അമ്മയാ? കേവലം ഭക്ഷണത്തിൻ്റെ കാര്യത്തിലുള്ള ടെൻഷനെ പോലും ഇത്ര ഗൗരവമായി ഇസ്ലാം കാണുമ്പോൾ ഇന്ന് ദുനിയാവിലെ എല്ലാ കാര്യവും തലേ കയറ്റിയ നമ്മുടെ ടെൻഷനുകൾ കൊണ്ട് ഇബാദത്ത് അതിൻ്റെ ഒരു സ്വീകാര്യയുടെ പ്രഥമ തലത്തിലേക്ക് പോലും അടുക്കുന്നില്ല എന്നും നാം ഗൗരവമായി ആലോചിക്കേണ്ടതാണ്. അതാണ് വലിയ പ്രശ്നം. അത് വലിയ പ്രശ്നമാണ്. ഇബാദത്തിൻ്റെ പ്രഥമ തലത്തിലേക്ക് പോലും ഇന്ന് കയറുന്നില്ല. എന്തുകൊണ്ട് കയറുന്നില്ല എന്ന അടിസ്ഥാന കാരണം ഉദാഹരണം പറയാം. ഭക്ഷണം നിസ്സാരപ്പെട്ട ഒരു ടെൻഷനല്ലല്ലോ. അത് ഭക്ഷണം ആയിട്ടുമുണ്ട്, നിൻ്റെ മുന്നിൽ ഭക്ഷണം ഉണ്ട്, പക്ഷേ ആ ടെൻഷൻ പോലും ഉണ്ടായിക്കൊണ്ട് നിസ്കരിക്കരുത് എന്നാ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ കൽപ്പന സല്ലല്ലാഹു അലൈഹി വസല്ലം. യാത്ര പോയി വന്നു, നോമ്പുകാരനായിരുന്നു, നോമ്പ് തുറന്നു, യാത്ര പോയി തിരിച്ചു വന്നതാണ്. ശ്രദ്ധിക്കണേ, ഒരു ഗൗരവമുള്ള വാക്ക്, ഒറ്റ വാക്ക് അത്ഭുതപ്പെടുത്തിയ ഒരു ഉദാഹരണമാണ് ഞാൻ ഈ പറയുന്നത്. യാത്ര പോയി വന്നതാണ്, ഭാര്യയുമായി ദിവസമായി ധാരാളമായി വിട്ടു നിന്നതിന് ശേഷം മടങ്ങി വന്നതാണ്, നോമ്പുമാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നോമ്പ് നോറ്റതാണ്. അവൻ നോമ്പ് തുറന്നു. അപ്പോൾ ദിവസങ്ങളായി ഭാര്യയുമായി പിരിഞ്ഞതാണ്. അപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ശാരീരികമായ ബന്ധങ്ങൾക്കൊക്കെ താല്പര്യങ്ങളുണ്ട്. ചിന്തിക്കാൻ വേണ്ടി ഒരൊറ്റ ഉദാഹരണം പറയാം, ഇതിൽ നിന്ന് തലച്ചോറ് കത്തും, അത്ര നല്ല ഉദാഹരണമാണിത്. നോമ്പ് തുറന്നപ്പോൾ എന്ത് ചെയ്തു? നോമ്പ് തുറന്നതിന് ശേഷം തൻ്റെ ഭാര്യയുമായി ബന്ധപ്പെട്ടു. ഫസല്ല സ്വലാത്തുൽ മഗ്രിബി, എന്നിട്ടാണ് മഗ്രിബ് നിസ്കരിച്ചത്. ആര്? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ആരാണ് ഇബ്നു ഉമർ? ഉമർ ഇബ്നുൽ ഖത്താബിൻ്റെ മകൻ. ആരാണ് ഇബ്നു ഉമർ? പുണ്യ നബിയുടെ ഏറ്റവും വലിയ ശിഷ്യൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഇതിലൊക്കെ ചിന്തിക്കാനുണ്ട്, ഒന്നും വേണ്ട. അതായത് നീ എപ്പോഴും സന്തോഷവാനായിരിക്കണം. ആ നിലക്ക് അള്ളാഹു നിന്നെ കാണണം. നിങ്ങൾക്ക് മനസ്സിലാവണമല്ലോ, ഇത്ര വലിയ ചിന്തയാണ്. ഒറ്റ മിനിറ്റ് കൊണ്ട് ഞാൻ അവിടുന്ന് പോവാണ്. ഒറ്റ ചിന്തിക്കേണ്ടതാണ്. യാത്ര കഴിഞ്ഞ് മടങ്ങി വന്നതാണ്. ഭാര്യയുമായി ധാരാളമായി വിട്ടു നിന്നിട്ടുണ്ട്. അപ്പോൾ ശാരീരികമായി അതിൻ്റെ ബന്ധങ്ങൾ ഭാര്യ ഭർത്താക്കളല്ലേ, ഒക്കെ ആവശ്യമുണ്ടാവുമല്ലോ. നോമ്പ് കാലമാണ്, നോമ്പ് തുറന്നു. എന്നിട്ട് പിന്നെ ഫജഅമറാത്തുഹു, തൻ്റെ ശാരീരമായി ഭാര്യയുമായി ബന്ധപ്പെട്ടു, കുളിച്ചു, ശുദ്ധിയായി. ഫസല്ല സ്വലാത്തുൽ മഗ്രിബി, എന്നിട്ട് മഗ്രിബ് നിസ്കരിച്ചു. ആര്? മുത്തബിഉസ് സുന്ന ഇബ്നു ഉമർ റളിയല്ലാഹു. ടെൻഷൻ ഒന്നിലും വേണ്ട, സമാധാനം പൂർത്തിയാവണം. അങ്ങനെയുള്ള ആത്മാവിനെയാണ് യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർളിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. സ്വച്ഛന്തമായ ഒരു ആത്മീയ ബോധം, ഒരു ആത്മാവ്, ഒരു ടെൻഷനില്ല. അങ്ങനത്തെ ആളെയാണ് പടച്ചോൻ ആളയച്ച് വിളിക്കുക. അങ്ങനത്തെ ആൾ മരിക്കുമ്പോൾ ഒരു കോടാനക്കോടി മലക്കുകൾ ഏറ്റെടുക്കാൻ വേണ്ടി വരും. ഒരു ടെൻഷനും ഇല്ലാത്തൊരു ജീവിതം, ഒന്നുമില്ല, വളരെ റാഹത്ത, ഒന്നും പോയിട്ടുമില്ല, ഒന്നും വന്നിട്ടുമില്ല. എന്ത് പോയി എന്ത് വന്നു, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അത് ഞാൻ പറയാൻ പോകുന്നുണ്ട് ലാസ്റ്റ് ഭാഗത്ത്. ഒന്നുമില്ല, പിന്നെന്താ? ഈ ആയത്തിൻ്റെ ഗൗരവം എവിടെയെന്ന് ചോദിച്ചാൽ, നരകത്തെ ഗൗരവമായി അവതരിപ്പിച്ചതിന് ശേഷം തൊട്ട് താഴെയാണ് ഈ ആയത്ത്. അതായത് നരകത്തിനെ പറ്റി നമ്മളെ പേടിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ഒരാൾ മരിക്കുന്ന അവസ്ഥ പറയുക, വിജയത്തിൻ്റെ മരണവും പറഞ്ഞു തരിക. നോക്കൂ, وجاء ربك والملك صفا صفا وجيء يومئذ بجهنم يومئذ يتذكر الإنسان وأنى له الذكرى يقول يا ليتني قدمت لحياتي فيومئذ لا يعذب عذابه أحد ولا يوثق وثاقه أحد യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന. നോട് എൻ്റെ കൂടെ ഒന്ന് ഉറക്കെ, ആ ഉറക്കൊക്കെ അങ്ങോട്ട് പോട്ടെ. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, ശാന്തമായ ആത്മാവേ, ശാന്തമായ ആത്മാവിനെ വിളിക്കുക. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർളിയ. മടങ്ങിപ്പോകെ
നിൻ്റെ കർമ്മങ്ങളെല്ലാം ഒന്നും വിഫലമായിട്ടില്ല, വളരെ മനോഹരമായിട്ടുണ്ട്. നീ വളരെ സന്തോഷത്തിലാണ് മടങ്ങുന്നത്, വളരെ മനോഹരമാണ്. നീ